Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ അസാധാരണ പ്രതിഷേധത്തിനാണ് CPM സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധം മാത്രമല്ല, വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിലുള്ള പ്രതിഷേധം കൂടിയാണ് എ പത്മകുമാർ തുറന്നു പറഞ്ഞത്. പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം ചോദിച്ച് ജയരാജൻ അനുകൂലികളും രംഗത്തെത്തി. വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിൽ എൻ സുകന്യയ്ക്കും അതൃപ്തിയുണ്ട്. ചതി, വഞ്ചന, അവഹേളനം 52 വർഷത്തെ ബാക്കിപത്രം. ഓരോ അനീതിയിലും നിങ്ങൾ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ സഖാവാണ്. മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതുവരെ സംഭവിക്കാത്തതാണ് CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയതിന് പിന്നാലെ അസ്വാരസ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മഴ പെയ്തു തോർന്നിട്ടും മരം പെയ്തു കഴിഞ്ഞില്ല എന്നതാണ് സ്ഥിതി. സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇടം ലഭിക്കാത്തവർ പരസ്യമായി നടന്നത് അനീതിയെന്ന് ഉറക്കെ പറയുകയാണ്. ചിലർക്ക് മാത്രം പ്രായപരിധി ഇളവ് നൽകുന്നതിനെയാണ് ജി സുധാകരൻ തുറന്നെതിർക്കുന്നത്. പി ജയരാജനുള്ള അയോഗ്യത എന്തെന്നാണ് കണ്ണൂരിൽ നിന്നുള്ള ചോദ്യം. 75 വയസ്സിലാണ് പാർട്ടിയിൽ റിട്ടയർമെന്റ്. ഞാൻ 66 വയസ്സിൽ റിട്ടയർ ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. 9 വർഷം മുമ്പ് പാർലമെന്ററി രംഗത്ത് മത്സരിക്കാൻ വേണ്ടി ഇവിടെ വന്ന വീണ ജോർജ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കാനുള്ളൊരു മാനദണ്ഡമായി എടുത്തതിനെ മാത്രമേ ഞാൻ ചോദ്യം ചെയ്തുള്ളൂ. ആ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. എന്ന് 75 വയസ്സാവുന്നു അന്ന് ഒഴിയണം. അതാ പ്രായോഗികം. പലരും പ്രായം മറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ, പലരും, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇതൊന്നും പ്രശ്നമല്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. സംസ്ഥാന സമ്മേളനം സ്വയം വിമർശന ചർച്ചകളോടെ മികച്ച രീതിയിൽ പൂർത്തിയാക്കി. അതുകൊണ്ട് ഉയരുന്ന മുറുമുറുക്കലുകൾ വിഷയമല്ല. അച്ചടക്ക നടപടി എന്ന വാൾവീശി എല്ലാത്തരം വിമർശനങ്ങളെയും അടക്കാനാകുമോ നേതൃത്വത്തിന്? ചിലരെ ഒഴിവാക്കിയതിന്റെയും ചിലരെ ഉൾപ്പെടുത്തിയതിന്റെയും കാരണമെന്തെന്ന അണികളുടെ കൂടി ചോദ്യത്തിന് കൃത്യമായൊരു മറുപടിയുണ്ടോ? ചോദ്യങ്ങൾ ഉയരുമ്പോൾ വിഷയമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയാൽ എല്ലാം ശരിയാകുമോ? മുറുമുറുപ്പുകളിൽ കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിലും. പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രി തന്നെ ജില്ലാ സമ്മേളനങ്ങളിൽ നേരിട്ടെത്തി ആ മുറുമുറുപ്പുകളൊക്കെ കുറഞ്ഞു വരുന്നതാണ് കണ്ടത്. സംസ്ഥാന സമ്മേളനം വളരെ ഭംഗിയായി തന്നെ പോയി. വലിയ വിഭാഗീയത പ്രശ്നങ്ങളൊന്നുമില്ല. സമ്മേളന റിപ്പോർട്ടിൽ തന്നെ പ്രാദേശിക വിഭാഗീയതയുള്ളൂ. കരുനാഗപ്പള്ളിയും അമ്പലപ്പുഴയും ഒക്കെ ചൂണ്ടിക്കാട്ടി. പക്ഷേ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും രൂപീകരിച്ചപ്പോൾ ചില മുറുമുറുപ്പുകൾ ഉയരുന്നു. അതിൽ പരസ്യമായ പ്രതികരണം നടത്തിയത് പത്മകുമാറും പിന്നെ പി ജയരാജൻ്റെ മകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ്. സുകന്യ അടക്കമുള്ളവർ പരോക്ഷമായിട്ടാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. ബാക്കി ആരുടെയും പ്രതിഷേധം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. മെഴ്സിക്കുട്ടിയമ്മ ഉള്ളിൽ പ്രതിഷേധിച്ചു എന്നറിയുന്നു. മുറുമുറുപ്പുകളിൽ കാര്യമുണ്ടോ? ചില മുറുമുറുപ്പുകൾ വളരെ പ്രധാനമാണ്. അത് ഈ പാർട്ടി ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ CPM പോലൊരു പാർട്ടി വളരെ അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് എന്തൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാലും പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം മാത്രമാണ് പുറത്തേക്ക് വരിക. അല്ലാതെ അതിൻ്റെ വിയോജിപ്പുകൾ അകത്തു പറയുന്നവർ പിന്നീട് അത് പുറത്തു വന്ന് പരസ്യമാക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ CPM-ലില്ല. നമ്മൾ അവസാനം കണ്ടത് 2015 ആലപ്പുഴ സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയൊരു സംഭവമാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് 2 സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നല്ലോ. 18 തൃശ്ശൂരിൽ നടന്നു, 22 എറണാകുളത്ത് നടന്നു. അപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ചില വിയോജിപ്പുകൾ പ്രകടമായി തന്നെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ തന്നെ ഞാൻ ഈ പത്മകുമാറിൻ്റെ പ്രതിഷേധത്തെയാണ് ഏറ്റവും ഗൗരവത്തിൽ കാണുന്നത്. പത്മകുമാറിൻ്റെ പ്രതിഷേധം വളരെ ഗൗരവമുള്ളതാണ് എന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം പത്മകുമാറിനെ പോയി കണ്ടത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. എന്താണ് പത്മകുമാർ പറഞ്ഞത്? ഒരു പ്രശ്നം ആര് പറയുന്നു എന്നതിനപ്പുറം പറഞ്ഞ പ്രശ്നത്തിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മളൊരു വിലയിരുത്തലിലേക്ക് വരിക. ഇപ്പോൾ പത്മകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. പരസ്യമായി തന്നെ അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. 52 വർഷമായിട്ട് അദ്ദേഹം ഈ പാർട്ടിയിലുള്ളതാണ്. 35 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ആളാണ്. എന്നിട്ടും തനിക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഒരു പ്രവേശനം കിട്ടിയില്ല എന്നുള്ള വിഷമത്തിനപ്പുറം അദ്ദേഹം പറയുന്നൊരു പ്രശ്നം 9 വർഷം മുമ്പ് വന്ന വീണ ജോർജ്, പാർലമെന്ററി പാർട്ടി നിൽക്കുന്ന വീണ ജോർജ് ക്ഷണിതാവായിത്തീരുന്നു എന്നുള്ളതാണ്.
അക്കാര്യം ഒരു ഗൗരവപ്പെട്ട കാര്യമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർട്ടി തന്നെ പാർട്ടിയെ വിശദീകരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? വർഗ ബഹുജന സംഘടന എന്നാണ് CPM എപ്പോഴും പറയുക. അതിൽ വർഗത്തിനാണ് കേട്ടോ എപ്പോഴും പ്രാധാന്യമുള്ളത്. തൊഴിലാളി വർഗ പാർട്ടി എന്നാണല്ലോ CPM പറയുക. അപ്പോൾ എപ്പോഴും വർഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കായിരിക്കും സംഘടനാ തലപ്പത്ത് എപ്പോഴും പ്രാധാന്യം നൽകുന്നത് CPM-നെ പോലൊരു പാർട്ടി. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്ന ഒരു മൂന്നാം ഘട്ടം മാത്രമാണ്, ഒരു മൂന്നാം ഘടകം മാത്രമാണ് യഥാർത്ഥത്തിൽ. വർഗ സംഘടനകൾ ഉണ്ടായിരിക്കുന്നു. ആ വർഗ സംഘടനകൾ നിർമ്മിക്കുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ബഹുജന സംഘടനകൾ ഉണ്ടായിരിക്കുന്നു. പിന്നെ പാർലമെൻ്ററി പാർട്ടി ഉണ്ടായിരിക്കുന്നു. പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് ജനകീയമായ മുഖങ്ങൾ ആവശ്യമാണ്. അതൊരു മോശപ്പെട്ട കാര്യവുമല്ല. പക്ഷേ അവർ അധികാരത്തിൻ്റെ ഭാഗവുമായി നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കും എപ്പോഴും മുൻതൂക്കം നൽകുക. പ്രത്യേകിച്ച് CITU, കർഷക സംഘം പോലെയുള്ള സംഘടനകളിൽ നിന്ന് വരുന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും സംഘടനയിൽ ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ കേരളത്തിലെ ഈ CPM-നെ ബാധിച്ചു നിന്ന ചൂട് നിന്ന് ഏറ്റവും വലിയ വിഭാഗീയത ആരൊക്കെ തമ്മിലായിരുന്നു? CITU പക്ഷവും VS പക്ഷവും തമ്മിലല്ലായിരുന്നു ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ? E ബാലാനന്ദനെ പോലെ, MM ലോറൻസിനെ പോലെ, VB ചെറിയാനെ പോലെ, KN രവീന്ദ്രനാഥിനെ പോലെ ഒക്കെയുള്ള വലിയ തലയെടുപ്പുള്ള നേതാക്കൾ പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്നു. മറ്റൊരു പക്ഷവും ഉണ്ടായിരുന്നു. പരസ്പരം അവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും CITU, കർഷക സംഘം തുടങ്ങിയിട്ടുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വർഗ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് CPM എന്ന് പറയുന്ന സംഘടനയിൽ, ബഹുജന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ വലിയ റോള് കിട്ടും. പാർലമെൻ്ററി പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾറെഡി അവർ അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് സംഘടനാ നേതൃത്വത്തിൽ വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു രീതി ഇല്ല. പാർട്ടിയുടെ സംഘടന എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വർഗ സംഘടനകളുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സംഘടനയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാരും തന്നെ പോപ്പുലർ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ CS കണാറിനെ പോലുള്ള ആൾക്ക് പാർലമെൻ്ററി രാഷ്ട്രീയ അറിയത്തില്ല, പക്ഷേ സംഘടനാ പ്രവർത്തനം ഗംഭീരമായിട്ട് നടത്തും. ചടയം ഗോവിന്ദൻ അതിഗംഭീരമായിട്ടുള്ള പാർട്ടി സെക്രട്ടറി അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ പാർലമെൻ്ററി രാഷ്ട്രീയമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക, അപ്പം വേറെ രീതിയിലുള്ള മാറ്റം വരും. ഇപ്പോൾ EK നായനാർ പാർട്ടിയിലേക്ക് വരുമ്പോൾ VS അച്യുതാനന്ദൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് പോകും. അങ്ങനെയാണ് VS പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ ഇപ്പുറത്തേക്ക് വരും. ഈ രീതിയിൽ ഒരു എന്താ പറയുക, കൃത്യമായൊരു വിഭജനം എപ്പോഴും പാർട്ടിയിലുണ്ട്. പാർട്ടിയുടെ സംഘടന എന്ന് പറയുന്നത് ആ സംഘടനയ്ക്കകത്ത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു നേതൃത്വമായിരിക്കും. അവിടെ ആ സംഘടനയ്ക്കകത്ത് പോപ്പുലറായാൽ മതി. കേരളത്തിൽ പോപ്പുലർ ആകണമെന്നില്ല, അങ്ങനെ ഒരു ജനകീയ മുഖമാകണമെന്നില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു രീതിയാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഈ സംഘടനയെ നയിച്ചിട്ടുള്ള എല്ലാ ആളുകളും ജനകീയരായ നേതാക്കളായിരുന്നു, ജനകീയ മുഖങ്ങളായിരുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ആ സംഘടനാ രീതിയാണ് യഥാർത്ഥത്തിൽ പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന CPM-ൻ്റെ നേതൃത്വത്തിലേക്ക് എത്താൻ കഴിയുന്നത്, വലിയ രീതിയിൽ എത്താൻ കഴിയുന്നത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പത്മകുമാറിൻ്റെ സംസ്ഥാന സമിതിയിലേക്കുള്ള എലിവേഷന് ഒരു തടസ്സമായി നിന്നതിൻ്റെ മാത്രം പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട. അതുകൊണ്ടാണ് പത്മകുമാർ രാവിലെ നമുക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത്, എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് കാണണ്ട, അത് പങ്കുവയ്ക്കുന്ന ആളുകൾ വേറെയും ഉണ്ട് എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിമർശനമായിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് പത്മകുമാറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പാർട്ടി നേതൃത്വം തയ്യാറാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റി എടുത്ത് നോക്കിയേ. ഈ പുതിയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ള 17 അംഗങ്ങളിൽ നിങ്ങളൊരു കണക്കെടുത്ത് നോക്കിയേ. 17 അംഗങ്ങളിൽ 5 പേര് ജില്ലാ സെക്രട്ടറിമാരാണ്. ശരിയാണ്, 5 ജില്ലാ സെക്രട്ടറിമാർ സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. ബാക്കി 12 പേരെ എടുത്ത് നോക്കിയാലുണ്ടല്ലോ, അവരിൽ നല്ലൊരു ശതമാനം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നുള്ളവരാണ്. മന്ത്രി R. ബിന്ദു, DK മുരളി തിരുവനന്തപുരത്ത് വാമനാപുരത്ത് നിന്നുള്ള MLA ആണ് അല്ലേ? ശാന്തകുമാരി പാലക്കാട് നിന്നുള്ള MLA ആണ്. അനിൽകുമാർ കൊങ്ങാട് നിന്നുള്ള MLA. അനിൽകുമാർ മേയറാണ്. ജോൺ പ്രിഡാസ് MP ആണ്. പിന്നെ വന്നിരിക്കുന്ന 2 പേര് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമാണ്, സനോജും വസീഫുമാണ്. ഈ രീതിയിലാണ്. പിന്നെ കണ്ടക്കായി ആണുള്ളത്, ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. ബാക്കി 3 പേരാണെന്നേ പുതുതായിട്ട് ഇൻഡക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് നേതൃത്വത്തിൽ എപ്പോഴും വരാൻ കഴിയുന്ന ഒരു പരിഗണന ലഭിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു എന്ന പ്രശ്നമാണ് പത്മകുമാർ ഉന്നയിക്കുന്നത്. സെക്രട്ടേറിയറ്റ് എടുത്ത് നോക്കിക്കോളൂ. 17 അംഗ സെക്രട്ടേറിയറ്റിൽ 6 പേര്, മുഖ്യമന്ത്രി അടക്കം 6 പേര് മന്ത്രിമാരാണ് അല്ലേ? 3 പേര് MLA-മാരാണ്. സ്വാഭാവികമായിട്ടും ഗോവിന്ദ മാസ്റ്റർ MLA ആണ്, ശൈലജ ടീച്ചർ MLA ആണ്, TP രാമകൃഷ്ണൻ MLA ആണ്. ശരി, അവർ വരേണ്ട ആളുകൾ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താ? പിന്നെയും ബഹുജന സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നവരാണ് പിന്നെയും ഷോക്കേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ KK ജയചന്ദ്രനായാലും M. സ്വരാജ് ആയാലും അങ്ങനെയൊക്കെയുള്ള ആളുകൾ, പിന്നെ പുത്രത്ത് ദിനേശനായാലും CN മോഹനായാലും ഒക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വർഗ സംഘടനകളിൽ നിന്ന് എത്രത്തോളം പ്രാതിനിധ്യം സംഘടനാ നേതൃത്വത്തിലേക്ക് വരുന്നവർക്ക് ലഭിക്കുന്നുണ്ട്, അഥവാ അതൊരു പോരായ്മയായി മാറുന്നുണ്ടോ എന്ന് പ്രശ്നം പത്മകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ സംഘടന ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ പറയുന്ന നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നൊക്കെയുള്ള രേഖ പാർട്ടി പുറത്തേക്ക് വിടുമ്പോൾ വലിയ ചർച്ചയല്ലേ പാർട്ടിക്ക് പുറത്ത് നടക്കുന്നത്? സ്വകാര്യ സർവകലാശാലയെ കൊണ്ടുവരുന്നു, നയം മാറുന്നു CPM-ൻ്റെ, പൊതുമേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കാൻ പോകുന്നു, അഥവാ പൊതുമേഖലയിൽ
അല്ലെങ്കിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നേരെ പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. നോക്കൂ, 1998 അധികാരത്തിൽ വന്ന വാജ്പേയി മന്ത്രിസഭയാണ് ആദ്യമായി ഓഹരി വിറ്റഴിക്കൽ മന്ത്രാലയം ഉണ്ടാക്കിയത്. ആ മന്ത്രാലയത്തിൻ്റെ ചുമതലക്കാരൻ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അരുൺ ഷൂരി ആയിരുന്നു. ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി ഉണ്ടായിരുന്നു അന്ന് നമ്മൾ അതിനെതിരെ സമരം ചെയ്തിട്ടുള്ളതാണ്. ശരിയാണ്, EMS പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം ഇരുമ്പിലൊക്കെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാറാം. ഇങ്ങനെ മാറ്റം വരുമ്പോൾ അടിസ്ഥാന വർഗത്തോടുള്ള പരിഗണന എത്രമാത്രമുണ്ട് എന്നൊരു ചോദ്യം പൊതുബോധത്തിലുണ്ടാകുന്നു, പൊതുസമൂഹത്തിലുണ്ടാകുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തിളങ്ങിക്കൊണ്ടു നിൽക്കുന്നതാണ് സംഘടനയുടെ നേതൃത്വത്തിൽ വരാൻ മെച്ചം എങ്കിൽ പാർലമെന്ററി വ്യാമോഹം പാടില്ല എന്ന് ഈ പറയുന്ന വലിയ തിരുത്തലായിട്ട് പറയുന്നുണ്ട്. പാർലമെന്ററി വ്യാമോഹം വലിയ രീതിയിൽ പാർട്ടിയിൽ ഒരു പ്രവണതയായിട്ടൊരു ദുഷ്പ്രവണതയായിട്ട് വരുന്നു എന്ന് പാർട്ടി രേഖ തന്നെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിലൊരു കാര്യം ഒരാൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇക്കാര്യത്തിൽ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നേരത്തെ ഇവിടെ അരുൺ പറഞ്ഞ കണക്ക് P. ജയരാജൻ്റെ കാര്യത്തിനകത്ത് ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. സുകന്യയാണെങ്കിലും അതേപോലെ തന്നെ അവരൊക്കെ മറച്ചുവെച്ച് പരോക്ഷമായി ചില വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ പാർട്ടിക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറം ഇന്ന് പത്മകുമാർ ഉന്നയിച്ചിരിക്കുന്നത് ഒരു സംഘടനാ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തെ ഞാൻ ഗൗരവത്തോടുകൂടി കാണുന്നു. അത് പാർട്ടിയും ഗൗരവത്തോടുകൂടി തന്നെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പാർട്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പാർലമെന്ററി പാർട്ടിയല്ല, അത് അടിസ്ഥാനപരമായി സംഘടനയാണ്. അതൊരു വർഗ ബഹുജന സംഘടനയാണ്. അത് തൊഴിലാളി വർഗ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് മുന്നോട്ട് ചലിക്കണമെങ്കിൽ ആ പാർട്ടിയെ ചലിപ്പിക്കാൻ വേണ്ടി ത്യാഗോജ്വലമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു നിര തന്നെ വേണ്ടി വരും. അങ്ങനെയാണ് പാർട്ടി കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുള്ളത്. ആ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിമർശനത്തെ ഗൗരവത്തോടെ കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. സ്മൃതിയിലേക്ക് എത്തിയ മുറുമുറുപ്പിൽ കാര്യമുണ്ടോ എന്ന ചോദ്യത്തിന് മുറുമുറുപ്പ് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. അതായത് ഈ പറയുന്ന ഇപ്പോൾ വ്യത്യസ്ത സ്വരങ്ങൾ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും വിഷയം വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരിടത്ത് പത്മകുമാറിൻ്റെ കാര്യം പറയുന്നു, പിന്നെ സുകന്യയാണ്, P. ജയരാജനാണ്, മേഴ്സിക്കുട്ടിയമ്മയാണ്. പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി MP രാജേഷിൻ്റെ വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ അവഗണിക്കപ്പെട്ടവരും പ്രതികരിച്ചവരുമായവരുടെ ഒരു നിരയുണ്ട്. ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് പത്മകുമാർ പാർട്ടിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഗൗരവത്തിലുള്ളൊരു വിഷയം ചൂണ്ടിക്കാണിച്ചു എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ പാർലമെന്ററി രംഗത്തുള്ളവർക്ക് പെട്ടെന്ന് പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നു. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായി നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ആ സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് പാർട്ടിക്ക് അറിയാത്ത കാര്യമല്ല. പാർട്ടിക്ക് ഒരു പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നേതാവ് പറഞ്ഞു കൊടുത്തിട്ട് അറിയേണ്ട കാര്യമല്ല. പാർട്ടിക്ക് അറിയാവുന്നതാണ്. പാർട്ടിക്ക് ഇതിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലർ ഒഴിവാക്കപ്പെടുകയും ചിലർ അതിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇനി പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയാകും. നമ്മളിപ്പോൾ സമ്മേളനത്തിന് ശേഷം നമ്മൾ ഇന്നലെ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞ അടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ വേറെ മുറുമുറുപ്പുകളൊന്നുമില്ലാതെ തന്നെ ഇത് അവസാനിച്ചു എന്ന രൂപത്തിലും ചർച്ച ചെയ്തതാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് നമ്മൾ കാണുമ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ രീതി ഉണ്ടാകുന്നത് ഇപ്പോൾ പത്മകുമാറിൻ്റെ പ്രതികരണം വരുമ്പോൾ ആ പ്രതികരണത്തിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ പ്രതികരണം സാധാരണയിൽ പാർട്ടി രീതിയല്ല. പാർട്ടിയിൽ 52 വർഷത്തെ പാരമ്പര്യം പറയുന്ന ഒരു നേതാവ്, താൻ SFIയിലൂടെയും DYFIയിലൂടെയും ഒക്കെ വന്ന് പ്രവർത്തിച്ച നേതാവ് എന്ന് 15-ാം വയസ്സിൽ മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു നേതാവ് ഒരു പാർട്ടി രീതിയിലല്ലാതെ പ്രതികരണത്തിലേക്ക് വരുന്നു. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റാണ്, പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് അത് മാറ്റുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ അതിലും രൂക്ഷമായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ പെട്ടെന്ന് 9 വർഷം ഒരു MLA മന്ത്രിയും ഒക്കെ ആവുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവാകാൻ സാധിക്കുന്നു. അപ്പുറത്ത് വർഷങ്ങളോളം പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് നിന്നുകൊണ്ട് പാർട്ടി വിജയിക്കാൻ പ്രവർത്തിക്കുന്നവർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഈ രൂപത്തിൽ പറഞ്ഞാൽ പാർട്ടി ഇങ്ങനെയല്ല സാധാരണഗതിയിൽ പ്രതികരിക്കാറ്. പുറത്താക്കൽ എന്നൊരു നടപടിയിലേക്ക് പോകും. കാരണം അദ്ദേഹം പറഞ്ഞത് സംഘടനാ നടപടിയെങ്കിൽ താൻ വിരമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരാൾക്ക് പരസ്യമായി പറഞ്ഞിട്ട് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം കുറച്ചുകാലം MLA ആയിരുന്നു. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ശബരിമല വിഷയം വരുന്ന ഘട്ടത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ ചില സമീപനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു ചുമതലയാണ് എന്ന് അദ്ദേഹം അത് വിശദീകരിച്ചുവെങ്കിലും പാർട്ടി അന്നെടുത്ത വലിയ വിപ്ലവകരമായ ഒരു നിലപാടിനൊപ്പം അദ്ദേഹം നിന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമ്പോഴും പിണറായി വിജയൻ എന്ന നേതാവുമായി വളരെ അടുത്ത നേതാവ് തന്നെയാണ് പത്മകുമാർ. ആ പത്മകുമാറിനെ കൈവെടിയില്ല എന്നൊരു സൂചനകൾ ആയിരിക്കണം ഒരുപക്ഷെ രാജു എബ്രഹാം അദ്ദേഹത്തെ പോയി കണ്ടതിൻ്റെ ഒരു കാര്യമായി
ആദ്യമായി കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ നേതാവിനെ പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ കാണുന്നത്. പത്തനംതിട്ട ഇപ്പോൾ ഈ സമ്മേളനം മുഴുവൻ മൂന്നാം ഊഴം എന്ന ചർച്ചയിലേക്കാണല്ലോ പോകുന്നത്. മൂന്നാം ഊഴം എന്ന് പറയുമ്പോൾ മൂന്നാം ഊഴത്തിൽ ഒന്നും നഷ്ടപ്പെടുത്താനാവില്ല. നിലവിൽ നമുക്ക് പരിഗണന കൊടുത്തതുകൊണ്ട് കിട്ടിയിരിക്കുന്ന വോട്ട് അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടും പ്രധാനമാണ്, നായർ വോട്ടും പ്രധാനമാണ്. അങ്ങനെ ആ 2 വോട്ടും നേടിത്തരുന്ന നേതാക്കളെ ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട് പാർട്ടിക്ക്. അതുകൊണ്ട് വീണ ജോർജ് എങ്ങനെയാണോ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും പിന്നീട് പാർട്ടിയുടെ ഭാഗമാകുകയും ചെയ്യുന്നു. അപ്പുറത്ത് പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യമൊന്നും അവർക്കില്ലായിരിക്കാം. പക്ഷേ അവരെ കൊണ്ട് ജയിക്കാനായി, അവർക്കൊരു മന്ത്രിയാകാനായി, അവർക്ക് അവിടെ ക്രിസ്ത്യൻ വോട്ട് നേടാനായി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അത് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പുറത്ത് പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും നായർ വോട്ടിൽ നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി അദ്ദേഹം നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിൽ സ്വാധീനമുണ്ട്, അദ്ദേഹത്തിൻ്റെ നാടാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പുറത്ത് കണ്ടല്ലോ നമ്മൾ ഈ നിമിഷം വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ BJP ജില്ലാ നേതാക്കൾ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതൃപ്തരെ കാണാൻ പോകുന്നു, വളരെ വേഗം ആ ചൂണ്ടയുമായി അവർ എത്തുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ EP-യുമായി BJP നേതാക്കൾ നമ്മൾ കണ്ടതാണ്. EP ഒരു അസ്വാരസ്യം പറഞ്ഞു പുറത്തേക്കൊരു അത് പ്രകടിപ്പിച്ചപ്പോഴേക്കും അദ്ദേഹത്തെ കാണാൻ പോയി, അദ്ദേഹത്തെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഗൗരവം പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ BJP-യിലേക്ക് പോകേണ്ട ഒരു നേതാവല്ല, അങ്ങനെ പോയാൽ ഒരു നഷ്ടമായിരിക്കുമെന്ന പ്രായോഗിക രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു പ്രതികരണമായിട്ടാണ്. അല്ലാതെ ഈ പാർലമെൻ്ററി രംഗത്തേക്ക് പോയ നേതാക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി സുകന്യയുമായി ബന്ധപ്പെട്ടാണ്. സുകന്യയും നമ്മൾ ബ്രേക്കിംഗ് ന്യൂസിൽ നമ്മൾ വിളിച്ചിരുന്നു. അവർ ആ സമയത്ത് വൈകാരികമായ പ്രതികരണം തന്നെയാണ് നടത്തിയത്. അത് നിരാശയിൽ നിന്നുള്ളത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടി നേതാവ് കൂടിയായതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിൽ അവർക്ക് നിരാശയുണ്ട്. അത് അവർ കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. ഇനി P. ജയരാജനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ P. ജയരാജൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർട്ടിക്ക് വേണ്ടി ആദ്യന്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പാർട്ടിക്ക് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലി തിരുത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ട്രീമുമായുള്ള ചർച്ചകൾക്കൊക്കെ അദ്ദേഹം തന്നെ മുൻകൈയെടുത്തു. അവിടെ BJP CPM സംഘർഷങ്ങൾക്ക് അയവ് വന്ന് അതിനുശേഷമാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ പിണറായി വിജയന് ഒപ്പം തന്നെ നിന്നിരുന്ന P. ജയരാജനും പിണറായി വിജയനും തമ്മിലുള്ള സമവാക്യങ്ങൾ മാറുന്നത് ജയരാജൻ ജില്ലാ സെക്രട്ടറിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായ ഘട്ടത്തിലാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ കാരണഭൂതൻ പാട്ടിന് മുൻപ് ജയരാജനെ പുകഴ്ത്തിയുള്ള പാട്ടാണല്ലോ ആദ്യം വന്നത്. അന്ന് അതിശക്തമായി പിണറായി വിജയൻ പ്രതികരിക്കുന്നു. പിന്നീട് കാരണഭൂതൻ വരുമ്പോൾ അതിൽ ഒരു പ്രശ്നമില്ലാതാകുന്നു. ഇതൊക്കെ തന്നെയും കേരളം ചർച്ച ചെയ്തതാണ്. അപ്പോഴും ജയരാജന് വേണ്ടിയുള്ള മുറവിളി ഒരു വശത്ത് നൽകുന്നുണ്ടായിരുന്നു. അത് പിണറായി വിജയന് അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. P. ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹം അടുത്ത സമ്മേളനമാകുമ്പോഴേക്ക് 75 വയസ്സാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ അവർ രാഷ്ട്രീയമായി പാർട്ടിക്ക് വേണ്ടി മോശം ശൈലി എന്ന് പറയാമെങ്കിലും അദ്ദേഹം ആ രൂപത്തിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് വേറെ ഒരു നേട്ടവും അവർക്ക് ഉണ്ടായിട്ടില്ല, കുടുംബത്തിനും ആ നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് പലപ്പോഴും ചർച്ച ചെയ്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വൈകാരികമായി പ്രതികരിച്ചെന്ന് ഞാൻ കരുതുന്നു. ജയരാജനെ സംബന്ധിച്ച് അത് അവിടെ അവസാനിക്കുകയാണെന്നൊരു വിഷയം കൂടിയുണ്ട്. MP രാജേഷിൻ്റെ കാര്യം പറയുമ്പോൾ MP രാജേഷിനെ കഴിഞ്ഞ തവണ സെക്രട്ടറിയിലേക്ക് പരിഗണിക്കായിരുന്നത് അദ്ദേഹം സ്പീക്കറായിരുന്നുകൊണ്ടാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ഒരു കൃത്യമായ മറുപടി എവിടെ നിന്നും കിട്ടുന്നില്ല. അദ്ദേഹം പരസ്യമായ പ്രതികരണത്തിനൊന്നും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കും. പക്ഷേ പോയി എന്നുള്ളത് മാധ്യമങ്ങളെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ആരാണ്? മേഴ്സിക്കുട്ടിയമ്മയും എത്ര കാലമായി പാർട്ടിയുടെ പ്രധാന തലങ്ങളിൽ നിന്നിട്ടുള്ളതാണ്, മന്ത്രിയായിട്ടുള്ളതാണ്, നല്ല പ്രവർത്തകയാണ്, നല്ല തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ സമവാക്യങ്ങളിൽ ഒരു മറുഭാഗത്ത് നിന്നിരുന്ന നേതാവാണ്. ഒരു ഘട്ടത്തിൽ അതിനുശേഷം അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാലത്തും നേതാക്കളെ പരിഗണിക്കുന്നതിനും അവഗണിക്കുന്നതിനും ഒക്കെ പ്രത്യേകിച്ച കാരണങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് മൂന്നാമൂഴം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ടാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മുറുമുറുപ്പുകളും ചെവി കൊള്ളാൻ പാർട്ടി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ P. ജയരാജനുമായി ബന്ധപ്പെട്ട് മനു തോമസിൻ്റെ കത്താണ് ജില്ലാ കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായൊക്കെ P. ജയരാജന് ബന്ധം എന്നുള്ള കത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ കത്തിന് ഉടനടി നടപടിയില്ലേ വേണ്ടത്? അതവിടെ വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി വെക്കുകയല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല, ഇനി അത് മതി, ഇത്രയേ ഉള്ളൂ വളർച്ച എന്ന് പാർട്ടി കൃത്യമായി മെസ്സേജ് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുറിപ്പുകളിൽ കാര്യമില്ല എന്നാണ് എൻ്റെ പക്ഷം.
കാരണം CPM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നാണ് വൈകാരികമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സുകന്യയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായി. അത് പക്ഷേ സുകന്യ പിന്നീട് മയപ്പെടുത്തുന്ന നിലയാണ് നമ്മൾ കണ്ടത്. പത്മകുമാറും ഒരു പക്ഷേ ഇനി വരും മണിക്കൂറുകളിൽ അത് മയപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പത്മകുമാറുമായി ബന്ധപ്പെടുകയും കാര്യങ്ങൾ അവർ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് വഴി തെളിയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രം സോഴ്സസ്. 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയുടെ, പ്രത്യേകിച്ച് CPM പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കേഡർ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന രീതി എന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തന്നെയാണ് പ്രാമുഖ്യം. രണ്ടാമത് വരുന്നത് വർഗ സംഘടനയാണ്. മൂന്നാമതാണ് പാർലമെൻ്ററി പാർട്ടി സംവിധാനം വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പാർലമെൻ്ററി പാർട്ടി രംഗത്തുള്ളവർ പറയുന്നത് ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്, അതൊരു തുടർച്ച മാത്രമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സംഘടന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളതിനെ കാണുന്നില്ല. മാത്രമല്ല പലർക്കും വിയോജിപ്പുകളുമുണ്ട്. കാര്യം സ്പീക്കർ പദവിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനവും നടത്താൻ പറ്റില്ല, പാർലമെന്ററി പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ശ്രീരാമകൃഷ്ണന്റെ വിഷമമായിരുന്നു, MP രാജേഷിന്റെ വിഷമമായിരുന്നു, ഇപ്പോൾ ഷംസീറിന്റെയും വിഷമമാണത്. കാരണം അവർ ഇതിന് രണ്ടിനും ഇടയില്ലാതെ നിൽക്കും. നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്ന നിലയിൽ നിങ്ങൾക്കൊന്നുകിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാവുക, സംഘടനാ കമ്മിറ്റികളിൽ സ്ഥാനമുണ്ടാവുക, അതല്ലെങ്കിൽ നിങ്ങൾ പാർലമെന്ററി പ്രവർത്തനത്തിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുള്ള മന്ത്രിയായി പ്രവർത്തിക്കുക. ഈ 2 കാര്യങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വലിയ സാധ്യത കാണുന്നത്. പക്ഷേ അണികളായി പ്രവർത്തിക്കുന്നവരുണ്ട്, ബഹുവർഗ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാരും തന്നെ പരാതിയോ പരിഭവമോ പറയാത്തവരായിട്ടുണ്ട്. പത്മകുമാറിൻ്റെ കാര്യത്തിൽ പത്മകുമാർ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാർ 52 വർഷമായി പാർട്ടിയിൽ സജീവ പ്രവർത്തകനാണ്. 32 വർഷമായി സെക്രട്ടേറിയറ്റിൽ തന്നെയുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇല്ല, 32 പറഞ്ഞു. 42 വർഷമായിട്ട് ജില്ലാ കമ്മിറ്റിയിലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് പത്തനംതിട്ടയിലില്ല. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ പത്മകുമാർ. പക്ഷേ പത്മകുമാറിന് കിട്ടിയ അവസരങ്ങൾ, കോന്നി MLA ആയിരുന്നു പത്മകുമാർ. അതിനുശേഷം അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാവുന്നു, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും വിവാദമായ യുവതീ പ്രവേശന വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ യഥാർത്ഥത്തിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് നേരിട്ടു തന്നെ താൻ പറഞ്ഞിരുന്നു, ഈ മണ്ഡലകാല സമയത്ത് യുവതീ പ്രവേശനത്തിന് തുനിയരുത് എന്ന് പറഞ്ഞിരുന്നതായും അദ്ദേഹം ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ യുവമോർച്ച പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു നിലപാടാണ് അന്ന് പത്മകുമാർ എടുത്തിരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കോൺട്രവേഴ്സിയിലും കൂടെ അന്ന് പെട്ടിരുന്നു കേട്ടോ. ഈ മലബാർ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വം ബോർഡും ഒക്കെ പുനഃസംഘടിപ്പിക്കും, അതിൻ്റെ ചെയർമാൻമാർക്കും പ്രസിഡന്റുമാർക്കും ഒക്കെ പദവി നീട്ടിക്കൊടുക്കുമ്പോൾ തനിക്ക് നീട്ടി തന്നില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനമാണ്. പക്ഷേ അതൊക്കെയാണെങ്കിലും അദ്ദേഹം കറകളഞ്ഞ കേഡറായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MA ബേബിയുമായി ചേർന്ന് വിജ്ഞാന പത്തനംതിട്ട എന്ന് പറയുന്ന വലിയൊരു പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഗ്രാസ് റൂട്ടിൽ ഒരുപാട് കണക്ഷൻസും ബന്ധവുമുള്ള ആളാണ് പത്മകുമാറിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പ്രത്യേകിച്ച് ആറന്മുള മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പത്മകുമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഫീൽഡിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കേഡർ തന്നെയാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് എത്ര പേരെ പരമാവധി കമ്മിറ്റിയിലേക്ക് എടുക്കാം? നിലവിൽ അവിടെയുള്ള ഉദയഭാനു പാർലമെൻ്ററി പാർട്ടി പ്രതിനിധിയല്ല. ഉദയഭാനു സംഘടനാ പ്രവർത്തകനാണ്. സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ, സെക്രട്ടറി എന്ന നിലയിൽ ഉദയഭാനു വലിയ രീതിയിൽ നവീൻ ബാബു വിഷയം ഉണ്ടാകുന്ന സമയത്തും പത്തനംതിട്ട ജില്ലാ ഘടകത്തിലെ പലരും എതിർപ്പ് അറിയിക്കുന്ന സമയത്തും സംസ്ഥാന ഘടകത്തിന് കീഴ്പ്പെട്ട് തന്നെയാണ് ഉദയഭാനു അടക്കമുള്ളവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഉദയഭാനു ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. ഇപ്പോഴത്തെ സെക്രട്ടറി രാജു എബ്രഹാം അവിടെയുണ്ട്. പിന്നീടാണ് ക്ഷണിതാവായിട്ടാണ് നിലവിൽ വീണ ജോർജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു സാങ്കേതികത്വമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പത്മകുമാർ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാവാം ഒരുപക്ഷേ എന്ന് ഞാൻ കരുതുന്നു. അതാണ് രാജു എബ്രഹാം ഇന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്താണ്, നിലവിൽ മന്ത്രിമാരാകുന്നവർ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളോ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാക്കളോ ആവുന്നൊരു രീതി പാർട്ടിയിലുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് വീണ ജോർജ് മന്ത്രി ആയിരുന്നുവെങ്കിലും കമ്മിറ്റിയിലോ ക്ഷണിതാവോ ആയിട്ടോ ഉൾപ്പെടുത്തിയിരുന്നില്ല. നമുക്ക് ഓർമ്മിക്കുന്നുണ്ടല്ലോ രവീന്ദ്രനാഥിനെ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലായിരിക്കുന്ന സമയത്ത് ഏരിയ സെക്രട്ടറി മറ്റോ ആയിരുന്നു, അതല്ലേ? ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയുടെ ക്ഷണിതാവായിട്ട് ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്ന ഘട്ടത്തിലാണ്. കാരണം ഒരു സംസ്ഥാനത്തെ ഒരു പോളിസി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡിയിൽ നിങ്ങൾ അംഗമല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ആ പാർട്ടിയുടെ നയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതാണ് പാർട്ടിയുടെ ലൈൻ. അപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ടെങ്കിലും എത്തി സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഈ മന്ത്രിസഭയിലുള്ള CPM-ലെ പ്രതിനിധികളിൽ ഒരാൾ പോലും സംസ്ഥാന കമ്മിറ്റി അംഗമല്ലാതില്ല. ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വീണ ജോർജാണ്. അപ്പോൾ സ്വാഭാവികമായും വീണ ജോർജിനെ ക്ഷണിതമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്.
ഇനി ക്ഷണിതമായിട്ട് കൊണ്ടുവന്നാൽ വീണ ജോർജിനെ സ്ഥിര കമ്മിറ്റിയിൽ എടുക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിപ്പോഴല്ല, അത് അടുത്ത സമ്മേളനത്തിലാണ് വരിക. പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്തണമെന്നില്ല. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ് സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്തിനേറെ ഗഗാറിൻ, വയനാട്ടിൽ നിന്നുള്ള ഗഗാറിൻ സെക്രട്ടറിയായി കമ്മിറ്റിയിൽ വരുന്നു. സെക്രട്ടറി അല്ലാതാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ ജോർജിനെ ക്ഷണിതമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് 89 അംഗങ്ങൾക്കും പുറമെയാണ്. അപ്പോൾ വീണ ജോർജുമായിട്ടുള്ളൊരു താരതമ്യം പത്മകുമാർ ചെയ്തത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം സാങ്കേതികമായി ഇത് നിലനിൽക്കില്ല. വീണ ജോർജിനെ സ്ഥിരം കമ്മിറ്റിയിലേക്കല്ല, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ സ്ഥിരമംഗം എന്ന നിലയിലല്ല എടുത്തിരിക്കുന്നത്, പകരം സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവ് എന്ന നിലയിലാണ്. ഇനി പത്മകുമാറിനെ കൂടി പരിഗണിച്ചാൽ എന്താ കുഴപ്പം? പത്മകുമാറിനെ പരിഗണിച്ചാൽ പത്തനംതിട്ടയിൽ താരതമ്യേന പാർട്ടിയിലെ പ്രതിനിധി അംഗങ്ങൾ കുറവുള്ള ജില്ലയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ടയിൽ നിലവിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആകെയുള്ളത് 89 പേരാണ്. അപ്പോൾ അതിലും കൂടുതൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാടായി പറയുന്നത്. പക്ഷേ പത്മകുമാറിന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാര്യം പത്മകുമാർ പിണറായി വിജയനുമായി അടുത്ത് നമുക്കറിയാവുന്നതുപോലെ ഒരു ജ്യേഷ്ഠാനുജന്മാർ പോലെ തന്നെ രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നയാളാണ്. ലാവ്ലിൻ കേസിൻ്റെ സമയത്താണെങ്കിലും ക്രൈം വാരിക വളരെ മോശമായ രീതിയിൽ പിണറായി വിജയനെ ആക്ഷേപിക്കുന്ന സമയത്താണെങ്കിലും അന്ന് വലിയ പ്രതിരോധം തീർത്തത് ഇതേ പത്മകുമാർ തന്നെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിണറായി വിജയനുമായിട്ട് ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ പത്മകുമാർ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവാം കമ്മിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ കമ്മിറ്റിയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സഭയുടെ സമ്മർദ്ദം വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ അതിലെല്ലാറ്റിനും അപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന് ക്ഷണിതാവായി ഒരു സ്ഥാനം കൊടുത്തു, അല്ലെങ്കിൽ ക്ഷണിതാവായിട്ടൊരു അവസരം കൊടുത്തു എന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ മുറുമുറുപ്പ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഏറെക്കുറെ കൺവിൻസ്ഡ് ആയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ പത്മകുമാറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നേതാക്കൾ പത്മകുമാറിന് പിന്തുണയുമായി വരാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ കൺവിൻസിംഗ് ആണ് പാർട്ടിയുടെ കാര്യത്തിലെ എക്സ്പ്ലനേഷൻ. എന്നാൽ ഇനി പി ജയരാജൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ? നോക്കൂ, കണ്ണൂരിൽ നിന്ന് പി ശശി സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് നമ്മൾ കരുതി. പി ജയരാജനോ എം വി ജയരാജനോ 3 പേർക്കാണ് സാധ്യത. ഈ 3 പേരിൽ ആരാണ് ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ്? ഇപ്പോൾ സ്മൃതി പി ജയരാജന് മികച്ച കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. എം വി ജയരാജനും മികച്ച കമ്മ്യൂണിസ്റ്റാ, പി ശശി മികച്ച കമ്മ്യൂണിസ്റ്റാ. ഇതിൽ ഏത് കമ്മ്യൂണിസ്റ്റിനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വരാൻ പറ്റിയ എന്നുള്ളതാണല്ലോ. അതിനകത്തൊരു ഒരു ശൃംഖല തന്ത്രമുണ്ട്. അതായത് പി ജയരാജന്റെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടല്ല, അല്ലല്ല, സെക്രട്ടേറിയറ്റിലേക്ക് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇവർ 3 പേര് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ജില്ലാ സെക്രട്ടറിമാരായിരുന്നിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്ത ഏക പേര് പക്ഷേ പി ജയരാജൻ. അല്ല, അതിന് കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരേ ജില്ലയിൽ നിന്ന് നിങ്ങൾ 3 പേരുടെ പേരാണ് പരിഗണിക്കുന്നത്. ഒരേ ജില്ലയിൽ ഒരു അവസരം വരുമ്പോൾ 3 പേരുടെ പേര് പരിഗണിക്കുന്നു. എറണാകുളത്ത് നിന്ന് CN മോഹനെ പരിഗണിക്കണം. ആകെയുള്ള 3 വേക്കൻസിയിൽ ഒരു വേക്കൻസി പോയല്ലോ സെക്രട്ടേറിയറ്റിലേക്ക്. ഇനി പരിഗണിക്കേണ്ട 2 പേരുകളിൽ ഒരാൾ എം വി ജയരാജൻ, പാർട്ടി സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഇരിക്കുക ജില്ലാ സെക്രട്ടറിയിൽ. മാത്രമല്ല എം വി ജയരാജൻ ഇക്കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ പി ജയരാജനേക്കാൾ സംഘടനാ നേതൃത്വവുമായി ഒരു വിവാദവും എം വി ജയരാജൻ്റെ പേരിൽ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ശുംഭൻ എന്ന പദപ്രയോഗത്തിൽ ജയിലിൽ കിടന്നത് എം വി ജയരാജനല്ലേ? ഇക്കുറിയും പാർട്ടിക്ക് വേണ്ടി എല്ലാ സമയത്തും പോരാളിയായിട്ട് ഇറങ്ങുന്നത് എം വി ജയരാജനല്ലേ? പി ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വിവാദത്തിൻ്റെ 10-1 പോലും ആരുമായിട്ടില്ല. മനു തോമസുമായിട്ട് ബന്ധപ്പെട്ട വിവാദം പി ജയരാജന് ഒരു ഭീഷണിയായിരുന്നില്ലേ? സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയതാണ്. സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയതല്ലേ? മാറ്റിയത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാനുള്ള കാരണം പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ്. പക്ഷേ അത് വി എൻ വാസവന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. വി എൻ വാസവന്റെ കാര്യത്തിലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി, പക്ഷേ തിരിച്ച് വാസവന്റെ കാര്യത്തിലും ചെയ്തു. ഇവിടെ അതിന് കാരണം ഇതാണ്. മനു തോമസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതല്ലേ, എങ്ങനെയാണ് അവിടെ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. PJ ആർമി എന്ന പേരിൽ ഒരു ഫാൻസ് അവിടെ രൂപപ്പെടുന്ന കണ്ടില്ലേ? അതാണ് ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് ജീവിത മാതൃക. പി ജയരാജന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നും ഒരുപാട് ആരാധകരുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എം വി ജയരാജനും പി ജയരാജനും തമ്മിൽ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെയും ത്യാഗത്തിൻ്റെയും കണക്കുകൾ പി ജയരാജന് പറയാനുണ്ടെങ്കിലും ഒരു കേഡർ എന്ന നിലയിൽ സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റി കണക്കാക്കി സെക്രട്ടറി എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ടത് എം വി ജയരാജനാണ്. നിലവിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. രണ്ടാമത്തെ അവസരം ഇനി പി ജയരാജന് കൊടുത്താൽ 2 പേരെ കമ്മിറ്റിയിൽ നിന്ന് വരും. CN മോഹനൻ പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവും. അത് കഴിയില്ല. എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യം വേണം. സ്വാഭാവികമായി അവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മകൻ്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. പക്ഷേ പി ജയരാജനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം എന്ന് പറയുന്നത് പി ജയരാജന് അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു വലിയ തടസ്സമാകാൻ പോകുന്നു എന്നുള്ളതാണ്. 2027 നവംബർ മാസമാകുമ്പോഴേക്കും പി ജയരാജന് 75 വയസ്സാവും. 28-ലാണ് ഇനി സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുക. അപ്പോൾ വരാൻ പോകുന്ന 27 നവംബറിൽ വയസ്സ് 75 ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കൂടി ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിലെ മുഴുവൻ പേരുകളൊന്നും എടുത്ത് വായിച്ചു നോക്കും. നിങ്ങൾ ഒഴിവാക്കി ഒരാളെ കയറ്റാൻ പറ്റും? അല്ലല്ല, ഞാൻ ഒഴിവാക്കല്ല. ഞാൻ ചോദിച്ചാൽ ഓരോരുത്തരും സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചതിന്റെ കണക്കുകളും അവർ നയിച്ച സമരങ്ങളും ഒക്കെ നോക്കുമ്പോൾ 3 വേക്കൻസിയെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളൂ. ആ 3 വേക്കൻസിയിൽ നിങ്ങൾ ഓപ്ഷൻസ് പലതാണ്. 7 പേരുടെ സാധ്യതകൾ മുൻപിലുണ്ട്. 3 പേരെ തെരഞ്ഞെടുക്കുന്നു. ഒന്ന് CN മോഹനൻ, എം വി ജയരാജൻ,
കെ ശൈലജ. എം പി രാജേഷ് എന്താ ഇല്ലാത്ത? അതാണ് ഇതിൻ്റെ അടുത്ത പ്രശ്നം. എം പി രാജേഷിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ടാവുക, സീനിയോറിറ്റി വിഷയമായിരിക്കാം ഉണ്ടാവുക. ഞാനിപ്പോഴും കരുതുന്നത് എം പി രാജേഷിന് ഒരു ഡ്യൂ ക്ലെയിം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കാര്യം എ കെ ബാലൻ അല്ല ആരാണ് സീനിയോറിറ്റി പ്രശ്നമായി എന്ന് വെച്ചാൽ മനസ്സിലായി. അല്ല, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയിലല്ല, സംസ്ഥാന കമ്മിറ്റിയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സെക്രട്ടറിയിലെ കാര്യമല്ല. അല്ല, ഞാൻ എം പി രാജേഷിനും സെക്രട്ടറിയിലേക്കും സുകന്യയുടെ കാര്യം കമ്മിറ്റിയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. എം പി രാജേഷിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ സീനിയോറിറ്റി പരിഗണിച്ചേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീനിയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ അവിടെ കൃത്യമായി കിട്ടേണ്ടത് അതിൽ ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ടല്ലോ. അല്ലല്ല, ആ ജൂനിയേഴ്സിനെ അല്ല, നിലവിലുള്ള വേക്കൻസിയിൽ പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ നിങ്ങൾക്ക് സീനിയർ അല്ലാത്തത് കൊണ്ട് എന്നതാവാം ഒരുപക്ഷെ മാനദണ്ഡം. എം സ്വരാജും മുഹമ്മദ് റിയാസും ഒക്കെ വളരെ ജൂനിയർ. അവർ നേരത്തെ വന്നതാണ്. അവർ മറ്റു പല ഘടകങ്ങളും അതിലുണ്ടായിരുന്നു. അവർ DYFI ആയിരുന്നു, പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവാം. സ്വരാജിന് ആ ഘട്ടത്തിൽ വരാനുള്ള എം പി രാജേഷ് സ്പീക്കർ ആയിരുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ 3 പേരിൽ സീനിയോറിറ്റി കുറവായതുകൊണ്ടാവാം പരിഗണിക്കാതിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഡ്യൂ ക്ലെയിം എം പി രാജേഷിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ കെ ബാലൻ ഒഴിയുന്നു. എ കെ ബാലൻ ഒഴിയുമ്പോൾ പാലക്കാട് നിന്നും ഒരു പ്രതിനിധി അവിടേക്ക് വരേണ്ടതുണ്ട് എന്നത് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചിരുന്നതാണ്. അദ്ദേഹം പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും മികച്ച പെർഫോമൻസ് ആയിരുന്നു എം പി രാജേഷിൻ്റെ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ മുറിമുറിപ്പുകളുണ്ട്. പക്ഷേ മുറിമുറിപ്പുകൾ വലിയ കാര്യമായി കത്തിപ്പടരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ്രോഗിസ്, കേരളത്തിലെ 38,428 ബ്രാഞ്ച് കമ്മിറ്റികളും 2,444 പിന്നെന്താണ് ലോക്കൽ കമ്മിറ്റികളും 210 ഏരിയ കമ്മിറ്റികളും 14 ജില്ലാ കമ്മിറ്റിയും ഒരേപോലെ സമ്മേളനങ്ങൾ നടത്തി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന അത്രയും പോലും പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മൾ എത്ര വാർത്തകൾ മാധ്യമങ്ങൾക്ക് കിട്ടി, ഈ പറയുന്ന വിഭാഗീയതയായി ബന്ധപ്പെട്ടാണെങ്കിലും ജില്ലാ കമ്മിറ്റിയിലായി ബന്ധപ്പെട്ടാണെങ്കിൽ എല്ലാം വൃത്തിയായി ഈ സംസ്ഥാന സമ്മേളനം വരെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളും നമ്മൾ കരക്കമ്പിയായി കേട്ട ഒരു സംഭവവും കേരള സംസ്ഥാന സമ്മേളനത്തിൽ നടന്നില്ല എന്നുള്ളതാണ്. പല ആളുകൾ ഇപ്പോൾ പി ശശിയായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, എം വി ജയരാജനും പി ജയരാജന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, അതുപോലെ തന്നെ പാർട്ടി പ്രായമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട്, നയമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, രണ്ട് ടേമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടും പാർട്ടി എന്താണോ കഴിഞ്ഞ സമ്മേളനങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പിണറായി വിജയന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ പിണറായി വിജയന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ പി ശശിക്ക് കയറി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. അവിടെ പിന്നെ ഗോവിന്ദൻ മാഷിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഗോവിന്ദൻ മാഷിൻ്റെ ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് സംസ്ഥാന സമ്മേളനം. നമ്മൾ ഈ കരക്കമ്പിയായി കേട്ട ഒരു കാര്യങ്ങളും ഈ CPM സംസ്ഥാന സമ്മേളനം എന്താണോ പാർട്ടി നയം, ആ പാർട്ടി നയങ്ങളിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. 90 പിന്നെ സംസ്ഥാന സമിതി അംഗങ്ങളാണ് വേണ്ടത്. അതിൻ്റെ അകത്ത് 89 പേരെ സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടും ഒരാളെ ക്ഷണിതാവായിട്ട് വെച്ചു. ക്ഷണിതാവ് എന്ന് പറയുന്നത് വീണ ജോർജാണ്. വീണ ജോർജിനെ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ ഒരിക്കലും 9 വർഷമായ ഒരു സ്ത്രീ ഒരിക്കലും അവിടെ സംസ്ഥാന കമ്മിറ്റി വരില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ അവർ ആ സംസ്ഥാന സമിതിയിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഈ പറഞ്ഞ 9 വർഷം ഒരാളെ കയറിയിട്ട് സംസ്ഥാന സമിതിയിലാക്കുകയില്ല. കാരണം എന്താണ്? പിന്നെ രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് നിന്ന് ആരെയും ഒഴിവാക്കിയിട്ട് പുതിയ ആൾക്കാരെ വെക്കാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കിയാൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എന്താണ് പറയുക? എന്തെങ്കിലും പി ഗഗാറിൻ എന്ന് പറയുന്ന വയനാട് ജില്ലയുടെ ജില്ലാ സെക്രട്ടറിനെ മാറ്റിയപ്പോൾ തന്നെ പ്രശ്നമാണ്. അയ്യോ, അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് പറയുകയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള കാരണം അവിടെ ഓൾറെഡി 3 പേരുണ്ട്, 4ാമത് ഒരാളാണ് കാരണം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖിനെ അവിടെ സംസ്ഥാന സമിതി കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വളരെ ചെറിയ ജില്ല, 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ഒരു ജില്ലയിൽ നിന്ന് 4 പേരെ സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആകെയുള്ള എണ്ണം എത്രയാണ്? 90 അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് 3 പേരെ അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയ ഒരാൾ മന്ത്രിയാണ്, ORK മന്ത്രിയാണ്. പിന്നെ 3ാമത്തെ ആളെന്ന് പറയുന്നത് CK ശശീന്ദ്രനാണ്. ശശീന്ദ്രനെ സംബന്ധിച്ചോളം മുതിർന്ന നേതാവാണ്, വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർ 3 പേര് ശശീന്ദ്രനെയാണോ ഗഗാറിനെയാണോ കൊണ്ടുവരേണ്ടത് ചോദിച്ചാൽ ശശീന്ദ്രൻ തന്നെയാണോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ 3 പേരെ അവിടെ വെച്ചു എന്നുള്ള ഒരാളെ അവിടെ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അവരെ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മൾ മാധ്യമങ്ങളടക്കമുള്ളവർ പോയി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളെ ഒഴിവാക്കിയത് എന്ന് ചോദിക്കുകയാണ്. കാരണം എന്താണ്? ആകെ മുൻ ധാരണകൾ അനുസരിച്ചിട്ട് 90 പേരെയാണ് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പത്മകുമാർ പറഞ്ഞതുപോലെ 90 വർഷം 52 വർഷം
43 വർഷവുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതും അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തൊക്കെ കേരളത്തിൽ നിരവധി സഖാക്കളുണ്ട്. ഒരു പത്മകുമാർ മാത്രമല്ല, നമ്മൾ ഓരോ ജില്ലാ കമ്മിറ്റികളും ഓരോ ജില്ലാ സെക്രട്ടേറിയറ്റുകളും എടുത്ത് നോക്കിക്കോളൂ. എത്രയോ നേതാക്കന്മാരുണ്ട് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ. അവരെല്ലാം അങ്ങനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ അവസ്ഥ പോലെയാവും. വിരലിലെണ്ണ എത്രയാണോ പറയുന്നത് അത്രയും എണ്ണ വിട്ടു കൊടുക്കുക. ഈ സംസ്ഥാന കമ്മിറ്റിക്കും കോൺഗ്രസ് CPM ഒരു നയമുണ്ടല്ലോ, 90 പേരാണ് സംസ്ഥാന സമിതിയിൽ മതി, 17 പേരാണ് സെക്രട്ടേറിയറ്റിൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് ആ പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അത് മാറ്റണമെങ്കിൽ സംസ്ഥാന സമ്മേളനം തീരുമാനം എടുത്തിട്ട് ആ എണ്ണം കൂട്ടാൻ തീരുമാനിക്കണം. അങ്ങനെ കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. 17 പേരെ എടുക്കാൻ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുള്ളൂ. 17 അതിൻ്റെ അകത്ത് MP രാജേഷ് നല്ല ആളാണ്, നല്ല കേഡറാണ്, പാർട്ടിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ട ആളാണ്, വരാൻ പറ്റിയില്ല. P ശശി വരേണ്ട ആളാണ്, സംസ്ഥാന സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടിക്ക് വേണ്ടി. ഇപ്പോൾ ആരാണ്? പിന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. അടുത്ത ആൾ P ജയരാജൻ, പാർട്ടിയുടെ നല്ല കിണറാണ്, അതായത് പാർട്ടിക്ക് വേണ്ടി ത്യാഗം തയ്ച്ച ആളാണ്, ഒരു ബോംബേർ കൊണ്ട ആളാണ്, വീട്ടിൽ കാര്യമായി സാമ്പത്തികം ഉണ്ടാക്കിയെന്നുള്ള ഒരു പരാതിയുള്ള ആളല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ട ആളാണ്. പക്ഷേ എന്താണ് കാരണം? പക്ഷേ MV ജയരാജാണ് പാർട്ടി ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾ കണ്ണൂർ നടക്കുന്ന സമയത്തും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ പാർട്ടിയെ കൃത്യമായി കൊണ്ടുനടക്കുന്ന ആൾ MV ജയരാജനാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ജില്ലാ സെക്രട്ടറി ആയി പോയിരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലാതെ പോയി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയും എവിടെയും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധനം. അപ്പോൾ ആകെ 3 പേരെ അവർ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ 3 പേരിൽ ആരെയാണ്? പിന്നെ എറണാകുളത്തിൻ്റെ പ്രാതിനിധ്യം ഇല്ല എന്ന് പറയുമ്പോൾ CM മോനെ പരിഗണിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ശൈലജ ടീച്ചർ. ഇനി ഞാനൊരു ഉദാഹരണം പറയട്ടെ. ശൈലജ ടീച്ചർ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയാൽ കേരളത്തിലെ പുകിലെന്തായിരിക്കും? സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നത്. അതിനേക്കാളും വലിയ കാര്യം എന്താണ്? ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കായ ഒരു കാര്യം, ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച് ഇറങ്ങിയതിന് ശേഷം അടുത്ത പ്രസംഗിക്കാൻ കൊടുത്ത ആൾ ടീച്ചർ ചർച്ചയല്ല, ചർച്ച ചെയ്തു. വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് ചർച്ച ചെയ്തതിനെ കുറിച്ച് ആ ഒരു കാര്യം. ടീച്ചർ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്, ടീച്ചർ വന്ന് അതൊരു സന്ദേശം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയനും സർക്കാരെല്ലാം കൂടി ശൈലജ ടീച്ചറെ ഒതുക്കി സൈഡാക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണ്ടോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് പിണറായി വേറെ ഒരാളെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനമോ തീരുമാനിക്കുമോ മാത്രമേ അത് മാറേണ്ട കാര്യം, അദ്ദേഹം മാറേണ്ട കാര്യമുള്ളൂ. അതിലല്ലാതെ അദ്ദേഹം മാറേണ്ട കാര്യമില്ല. അപ്പോൾ ടീച്ചറെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ടീച്ചറെ കൊണ്ടെത്തിച്ചിട്ടില്ലേ? ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായില്ലേ ടീച്ചർ? അപ്പോൾ അതിനകത്ത് എന്താ പറയുക, സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. നോർമലി അവരെ കേന്ദ്ര കമ്മിറ്റി അംഗമെന്നുള്ള നിലയ്ക്ക് സെക്രട്ടേറിയറ്റ് പങ്കെടുക്കാൻ പറ്റും. എങ്കിൽ കൂടെ അവരെ പ്രോപ്പറായിട്ട് അവിടെ കൊണ്ടെത്തിച്ചു. ഇനി അങ്ങനെ ഒഴിവാക്കാനാണ് പാർട്ടി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് വെച്ചാൽ പോരായിരുന്നോ? സെക്രട്ടറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്തത്, കൃത്യമായി പോസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ CPM എന്നുള്ള പാർട്ടിക്ക് അതിൻ്റേതായ നയങ്ങളും അതിൻ്റേതായ ശൈലികളും ഉണ്ട്. ആ ശൈലികളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച തറക്കാൻ ഇങ്ങനെയാണ് ഈ പാർട്ടി പോകുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ ടേമിൻ്റെ കാര്യത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത ടൈമിൻ്റെ കാര്യത്തിൽ എന്താണോ പ്രായ വ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ ആരുണ്ടോ? ഈ EP ജയരാജൻ ഉൾപ്പെടാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന് 75 വയസ്സാകില്ല. 75 വയസ്സാകുന്നതിന് മുന്നേ അദ്ദേഹത്തിന് മാറ്റേണ്ട കാര്യമില്ല. TP രാമകൃഷ്ണൻ മാറ്റിയിട്ടില്ലല്ലോ. അദ്ദേഹം 75 വയസ്സാകുന്നില്ല. 75 വയസ്സാകുന്നതിന് മുന്നേ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്താണോ ഈ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള പാർട്ടി തന്നെയാണിത്. അതുപോലെ തന്നെയല്ല പിന്നെ പുതുവഴികൾ അല്ല, നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞിട്ട് നയരേഖ വസ്തു. നയരേഖ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അടുത്ത 5 വർഷം എങ്ങനെ, അല്ലെങ്കിൽ 6 വർഷം പാർട്ടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം ഈ സമ്മേളനം കഴിഞ്ഞാൽ ഇനി ഒരു സമ്മേളനത്തിന് മുമ്പ് ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷന് മുമ്പിൽ എങ്ങനെ ഈ പാർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തീരുമാനമെടുത്ത് അത് ഈ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ആ പാർട്ടി അതിൻ്റെ അംഗീകാരം കൊടുത്തിട്ട് അത് പോയി മുന്നോട്ട് പോകാൻ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ശക്തമായ രീതിയിൽ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാന സമ്മേളനത്തോട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വരുന്ന എന്താ, വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് 2 ഇലക്ഷൻ വരികയാണ്. ഇപ്പോൾ മറ്റുള്ള പാർട്ടികൾ അതിനെ എത്ര സജ്ജമായി എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. അതായത് ഇതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും രാഷ്ട്രീയകാര്യ സമിതി നടന്നപ്പോൾ നവകേരളത്തിൻ്റെ പുതുവഴികൾക്ക് സമാനമായ രീതിയിൽ ഒരു സ്ട്രാറ്റജി VD സതീശൻ അവതരിപ്പിക്കാൻ എഴുന്നേറ്റായിരുന്നു. എന്താ സംഭവിച്ചത്? അതന്നെ പറയുന്നത്. ഇന്ത്യ ഞാൻ പറയുന്നത് ലോകത്തിൽ തന്നെ ഇതുപോലെ ഒരു പാർട്ടിക്ക് ഇത്രയും അച്ചടക്കത്തോടു കൂടി ഒരു പ്രസ്ഥാനത്തെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിരളിലെണ്ണ നമുക്ക് 2ാമതോ 3ാമതോ ഒരു അവസരം ഈ പാർട്ടിയിൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 5 അവസരം ഉണ്ടെങ്കിൽ നമുക്ക് 5 എണ്ണെങ്കിലും പറയാം. ഇത് ഒരെണ്ണത്തിന് നമ്മൾ ഒതുങ്ങേണ്ടി വരുന്നു. ബാക്കി എല്ലാവരും പിൻവലിച്ചു പോയി എന്നുള്ളതാണ്. നമുക്കൊരു മുറിവുകളിൽ കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. സുജയ.
കാര്യമില്ല. ആര് മുറുമുറുത്താലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത ഊഴത്തിലും പാർട്ടിയെ നയിക്കുമെന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള നയരേഖ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ പ്രാധാന്യം നേടിക്കൊണ്ട് ഒരു സമ്മേളനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്ന് ഈ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുറുമുറുത്തിട്ടും ഒരു കാര്യവുമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ 17 പുതുമുഖങ്ങൾ, അതിൽ പ്രായപരിധിയുണ്ട്, അനാരോഗ്യമുണ്ട്, സ്വയം സന്നദ്ധതയുണ്ട്. ഇത് കാരണമാണ് ഇപ്പോൾ ഒഴിവാക്കിയവർക്ക് പകരം 17 പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 89 അംഗ സംസ്ഥാന കമ്മിറ്റി പ്ലസ് ഒരു ക്ഷണിതാവ്. ആ ക്ഷണിതാവാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ ക്ഷണിതാവിന് മെറിറ്റ് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. കാരണം ആ ക്ഷണിതാവിൻ്റെതായ മെറിറ്റ് ഉണ്ട്. കാരണം അവർ മന്ത്രിയാണ്. അവർ നമ്മളെപ്പോലൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഒരുപാട് മുമ്പ് ഈ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്ന ആളുമാണ്. 8ലോ 9ലോ ഞാൻ പഠിക്കുമ്പോൾ അവർ കൈരളിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 വർഷമെങ്കിലും മാധ്യമപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്തതിന് ശേഷം അവരൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ആദ്യമായി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ, അതിന് മുൻപ് പാർട്ടി പ്രവർത്തന പരിചയം അവർക്കില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന പരിചയം കൊണ്ടല്ല അവരെ സ്ഥാനാർത്ഥിയാക്കിയത്. മാധ്യമ മേഖലയിൽ നിന്നുള്ള അവരുടെ മികവ് കൂടി കണ്ടാണ് പാർട്ടി അവരെ ഈ ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ വരും എന്നതിനൊപ്പം തന്നെ അവരുടെ ഒരു കപ്പാസിറ്റി കൂടി നോക്കിയിട്ടായിരിക്കുമല്ലോ സ്ഥാനാർത്ഥിയായി CPIM തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവരെ ആറന്മുളയിൽ മത്സരിപ്പിക്കുമ്പോൾ 2016 മത്സരിപ്പിക്കുമ്പോൾ അവരുടെ പേഴ്സണൽ മെറിറ്റും കൂടെ ഒരു വിഷയമാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ അവരെ പരിഗണിച്ചു. അവർ ആദ്യത്തെ ഊഴത്തിൽ തന്നെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവർക്കെതിരെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പല ആളുകളും ഇവരെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോഴേക്കും അതിൻ്റെ ജയസാധ്യതയടക്കം അന്ന് ജില്ലയിൽ സംസാരിക്കപ്പെട്ടതാണ്. പക്ഷേ 2016 ആ വിജയം അത് അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 2021 അങ്ങനെ അവർ മന്ത്രിയായി വരുന്നു. KK ശൈലജ എന്ന ആരോഗ്യമന്ത്രിയുമായി കമ്പയർ ചെയ്ത് ഇതിനു മുൻപ് നമ്മൾ വീണ ജോർജിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ 9 വർഷം ആയിട്ടേ ഉള്ളൂ അവർ പാർട്ടിയിലേക്ക്. പാർട്ടി അതാ ഞാൻ പറഞ്ഞത്, പാർട്ടിയിൽ ഇപ്പോഴും അവർ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളാണെന്നുള്ള ക്ലെയിം അവർക്ക് പോലുമില്ല. അവർ പറ്റുന്ന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് രാജു എബ്രഹാം അടക്കം, അല്ലെങ്കിൽ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KP ഉദയഭാനുവിനോട് ചോദിച്ചാലും അവർ പറ്റുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നല്ലാതെ പൂർണ്ണമായും വളരെ ആക്റ്റീവായ ഒരു പാർട്ടി പ്രവർത്തകയായി ഇപ്പോഴും വീണ ജോർജ് മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അവരുടെ ജില്ലയാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് അവർ. മാത്രമല്ല അവരെ സ്ഥാനാർത്ഥിയാക്കാൻ എന്താണോ കണ്ടെത്തിയ മെറിറ്റ്, അതുപോലെ തന്നെ അവരെ സംസ്ഥാന സമിതിയിലേക്ക് ഡയറക്റ്റായി ഇൻക്ലൂഡ് ചെയ്തു എങ്കിൽ ഈ വിമർശനത്തിൽ കഴമ്പുണ്ട്. പക്ഷേ ഇവിടെ ക്ഷണിതാവായിട്ടാണ്. അത് അടുത്ത ടൈമിൽ ഒഴിവാക്കാം, നിഷ്പ്രയാസം ഒഴിവാക്കാൻ പറ്റും. സംസ്ഥാന സമിതിയിലേക്ക് ഡയറക്റ്റ് എടുത്തുവെങ്കിൽ ഇപ്പോൾ പത്മകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. ഇനി സീനിയോറിറ്റി മറികടന്ന് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അകന്നുനിന്ന ഒരാൾ തിരിച്ചു വന്നത് പാർട്ടിയുമായി അങ്ങ് ജെല്ലായത് കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. അത് EP ജയരാജനാണ്. EP ജയരാജൻ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? EP ജയരാജൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? EP ജയരാജനും പാർട്ടിയും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ കോഴിക്കോട്ടെ കൂടിയാലോചന അടക്കം നടന്നതിന് ശേഷമാണ്. കേരള ഹൗസ് കൂടിയാലോചന, കോഴിക്കോട്ടെ കൂടിയാലോചന, അത് രണ്ടും കഴിഞ്ഞതോടെ EP ജയരാജൻ വരെ മയപ്പെട്ട് പാർട്ടിക്കൊപ്പം ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 75 വയസ്സിന്റെ പടിവാതിൽക്കൽ തട്ടി ചിലരൊക്കെ നിൽക്കുന്നു എന്ന് G സുധാകരൻ സൂചിപ്പിച്ചതാണ് മറ്റൊരു വിഷയം, മുറുമുറുപ്പിലെ മറ്റൊരു വിഷയം. അതിൽ 75 വയസ്സാകാൻ ഇനിയിപ്പോൾ മാസങ്ങൾ അവശേഷിക്കുന്നത് ഒന്ന് EP-ക്കാണ്, ഒന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനാണ്. മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത സംസ്ഥാന സമ്മേളനമാകുമ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും 78 വയസ്സാവുകയും ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു എക്സംഷൻ ഒന്നും എന്തായാലും അടുത്ത സമ്മേളനത്തിൽ അവർക്ക് കിട്ടില്ല. 75 തികഞ്ഞിട്ടില്ല എന്നത് അവർക്ക് ആ ഒരു സാങ്കേതികമായുള്ള ന്യായമാണ്, വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണ്? EP പാർട്ടിയുമായി വീണ്ടും സ്വരച്ചേർച്ചയിലായി. TP രാമകൃഷ്ണൻ LDF-ന്റെ കൺവീനറാണ്. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും നിലനിർത്തുകയാണ്. എനിക്കിതിൽ വേറൊരു വിയോജിപ്പ് തോന്നിയത് തലസ്ഥാന ജില്ലയ്ക്ക് തിരുവനന്തപുരത്തിനൊരു പങ്കാളിത്തമില്ല. അതെന്താ? തിരുവനന്തപുരം ജില്ലയോട് ആനാവൂർ നാഗപ്പൻ ഒഴിഞ്ഞതോടുകൂടി കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ടുവരാമായിരുന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ ഒന്നും പരിഗണിച്ചിട്ടില്ല. മുതിർന്ന നേതാവല്ലേ. അതും ഏറ്റവും കൂടുതൽ വെല്ലുവിളി തിരുവനന്തപുരത്ത് നേരിടുമ്പോൾ കഴക്കൂട്ടത്തു നിന്നുള്ള MLA ആയ മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ടുവരാം. കടകംപള്ളി സുരേന്ദ്രനെ വേണ്ട എന്ന് ഒഴിവാക്കും. അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആരെ ഒഴിവാക്കും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ആരെ ഒഴിവാക്കി ആരെ കൊണ്ടുവരും? അപ്പോൾ പരിഗണിക്കപ്പെടാതെ പോയ നേതാക്കളിൽ കടകംപള്ളിയുമുണ്ട്. തിരുവനന്തപുരത്ത് ആനാവൂർ നാഗപ്പൻ ഒഴിയുമ്പോൾ തിരുവനന്തപുരത്തിന് ഒരു പ്രാതിനിധ്യമില്ല. തലസ്ഥാന ജില്ലയ്ക്ക് അത് പറയാം. സെക്രട്ടേറിയറ്റ്, മന്ത്രിസഭയും എല്ലാം ചേരുന്ന കടകംപള്ളി സുരേന്ദ്രനും ആർത്ഥത്തിൽ യോഗ്യരാണ്. അതെ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെയും അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ AK ബാലൻ എന്ന് പറഞ്ഞ ഒരു പ്രതികരണം കൂടി ഞാൻ സൂചിപ്പിക്കാം. AK ബാലൻ എന്ന് പറഞ്ഞത്, ഞാൻ മനസ്സുകൊണ്ട് ഒരു ബാലനായിട്ടാണ് അങ്ങോട്ട് പോയത്, പക്ഷേ തിരിച്ച് ഒരു വൃദ്ധനായിട്ടാണ് തിരിച്ചു വന്നതെന്നുള്ളത്. അതൊരു നല്ലൊരു ക്ലാസ് സ്റ്റേറ്റ്മെന്റ് ആണ്. AK ബാലന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു. കാരണം പാർട്ടി പ്രതിരോധത്തിലായപ്പോൾ, മുഖ്യമന്ത്രി പ്രതിരോധത്തിലായപ്പോൾ, മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം, ഈ CMRL മാസപ്പടി ഇടപാട് കേസ് വന്നപ്പോഴും അങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും ആദ്യം ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത് AK ബാലനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സംഷൻ കൊടുത്തിട്ടില്ല. AK ബാലനോടും തിരിച്ച് താങ്കൾ മടങ്ങൂ. പാർട്ടിയിൽ തന്നെ അദ്ദേഹം സജീവമായി ഉണ്ടാകും, പക്ഷേ AK ബാലനും ആ ഒരു എക്സംഷൻ കിട്ടുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് എ കെ ബാലന് ബാധകമായില്ല? എ കെ ബാലനോടും കടക്കു പുറത്തുനിന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ബാലൻ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അനിവാര്യരായ വ്യക്തികളെ പ്രായപരിധി കഴിഞ്ഞും പരിഗണിക്കണമെന്നാണ്. അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ അനിവാര്യനല്ലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ പോരെ, എന്നെക്കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടില്ല എന്ന ചോദ്യം എ കെ ബാലനും അവിടെ പറഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ പാർട്ടി ഭരണഘടനയിൽ ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസ് വരാൻ പോവുകയാണ്. 75 വയസ്സെന്നുള്ള മാനദണ്ഡമൊന്നും നമുക്ക് വേണ്ട, അത് ശരിയാകില്ല. 75 വയസ്സെന്നുള്ള കട്ട് ഓഫ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പരീക്ഷ പാസ്സാകുന്ന നല്ല നേതാക്കളുടെ എണ്ണം കുറഞ്ഞു വരും എന്നത് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. താഴെ നിന്നുള്ള നേതാക്കളെ വളർത്തിയെടുത്തുകൊണ്ടുവരണം. റഫീഖിനെ പോലെയുള്ള 40-ന് താഴെ നിൽക്കുന്ന ജില്ലാ സെക്രട്ടറിമാർ കൂടുതലായി വരണം, എന്നാൽ മാത്രമേ അടുത്ത നിര ശക്തമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിമാരുടെ ഒരു ശരാശരി പ്രായം എടുത്തു നോക്കൂ. അതിൽ എടുത്തു പറയാൻ കഴിയുന്ന ആരാണുള്ളത്? ഈ പറയുന്ന രണ്ടാം നിര എന്ന് പറയുന്ന ഈ യുവജന സംഘടനകളുടെ അതേ പ്രായപരിധിയിൽ നിൽക്കുന്ന ഏകയാൾ റഫീഖ് മാത്രമാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ശരാശരി പ്രായം 58 വയസ്സാണ്. അതിലാണ് ഇനി പാർട്ടി മാറ്റം വരുത്തേണ്ടത്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ടു CPIM അതാണ്. അതായത് പ്രായപരിധി എന്ന് പറയുന്നത് 75 വയസ്സിലെ കട്ട് ഓഫിനൊപ്പം തന്നെ താഴെ നിന്നുള്ള ഇൻക്ലൂഷൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. അല്ലെങ്കിൽ പാർട്ടിക്ക് എപ്പോഴും ഈ പറയുന്ന മുതിർന്ന സീനിയർ ജനറേഷൻ മാത്രമായി പോകും, താഴെയുള്ള ജനറേഷൻ വേണമല്ലോ. ഇപ്പോൾ ഓരോ ജനറേഷൻ തിരിച്ചുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാ ഇടങ്ങളിലും നടക്കുകയാണ്. യുവാക്കളെ കൂടുതലായി പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു യുവനിര സംസ്ഥാന നേതൃത്വത്തിൽ വേണ്ടേ? അപ്പോൾ അതിൽ ഒരു റഫീഖ് മതിയോ? ഒന്നിലധികം റഫീഖുമാർ വരട്ടെ എന്നുള്ളതാണ് അതിലെ എൻ്റെ ഒരു ടേക്ക്. എന്തായാലും തൊഴിലാളി വർഗ പാർട്ടി എന്നൊന്നും ഇനി ഏറെക്കാലം വിളിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ മാറ്റുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മൾ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടത്. എന്തായാലും ആ ഒരു സംഘടനാ ചട്ടക്കൂട് പൊളിച്ചെഴുത്തിൻ്റെ ദിവസങ്ങളായിരിക്കും ഇനിയിപ്പോൾ CPIMനെ സംബന്ധിച്ചോളം നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ കൊല്ലം സമ്മേളനം അവസാനിക്കുമ്പോൾ 1980-ന് ശേഷം നടന്ന എല്ലാ സമ്മേളനങ്ങളും തുടർച്ചയായി തന്നെ എന്തൊക്കെയാണോ അവിടെ ഈ ഒരു തല്ലും പിടിയും ഒക്കെയായി വാർത്തകളായത്, അന്ന് പത്രവാർത്തകളിലാണ് കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരുന്നത്. 85-ലെ എറണാകുളം സമ്മേളനം, 91-ലെ കോഴിക്കോട്, 95-ലെ കൊല്ലം, ഇതിലെല്ലാം ഈ ഉൾപാർട്ടി തർക്കമായിരുന്നു ചർച്ച. പക്ഷേ ഇവിടെ നേരത്തെ ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിരലിലെണ്ണാവുന്നതാണ് ഈ മുറുമുറുപ്പ് എന്നുള്ളത്. പാർട്ടിയിലെ വിഭാഗീയത അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഈ എതിർസ്വരങ്ങൾ അത് അവസാനിക്കുന്നു. അത് പോസിറ്റീവായിട്ടാണോ അവസാനിക്കുന്നത് എന്നുള്ളത് ആ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും ഈ വിഭാഗീയതയ്ക്ക് അവസാനമിടാനായി മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നു. തുടർഭരണത്തിലൂടെ ഗ്രാഫ് ഉയർത്താൻ പിണറായി വിജയന് കഴിയുന്നു. അത് രണ്ടും നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 30 വർഷം മുമ്പുള്ള കൊല്ലം സമ്മേളനത്തിൽ CITU പക്ഷത്തെ VS പക്ഷം ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. പക്ഷേ ഇത്തവണ സമ്മേളനം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ സമ്മേളനത്തിലെ ചിത്രത്തിലേ ഇല്ല. VSനെ എല്ലാവരും മറന്നുപോയോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ഒരു സമ്മേളനമാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ VS ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജെ മേഴ്സിക്കുട്ടിയമ്മ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഒഴിവാക്കപ്പെടുന്നവർക്ക് കൃത്യമായ സൂചനയാണ് ഈ സമ്മേളനം നൽകുന്നത്. വിഭാഗീയതയുടെ കനലൊക്കെ കെടുത്തി ഈ ഗ്രാഫ് ഉയർത്തിയ പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കും. പാർട്ടിയുടെ വഴിയെ പിണറായിയും പിണറായിയുടെ വഴിയെ പാർട്ടിയും. അതായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ KK ശൈലജയെ ഉൾപ്പെടുത്തിയത് ഒരു നല്ല മാറ്റമായി ഞാൻ കാണുന്നുണ്ട്. N സുകന്യ കൂടി ഉൾപ്പെടേണ്ടതായിരുന്നു. കാരണം അവർ മെറിറ്റ് ഉണ്ട്, അവരുടെ ഓൺ മെറിറ്റിൽ അവർ ഉൾപ്പെടേണ്ടതായിരുന്നു. അതെ, സംസ്ഥാന സമിതിയിലേക്ക്. അത് തന്നെയാണ്, സംസ്ഥാന സെക്രട്ടറിയിലേക്ക് സുകന്യ വരാറായില്ല. അപ്പോൾ N സുകന്യ സംസ്ഥാന സമിതിയിൽ വരാൻ മെറിറ്റ് ഉള്ള ഒരു നേതാവാണ്. അവരുടെ ഓൺ മെറിറ്റ്, ജെയിംസ് മാത്യുവിന്റെ കെയർ ഓഫിലല്ല, ഓൺ മെറിറ്റിൽ വരാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ്. അവരെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അതായത് ഈ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് പ്രതിനിധികൾക്കനുസരിച്ചാണ് ഓരോ തട്ടുകളിലുമുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുക. ഇപ്പോൾ കോൺഗ്രസിലൊരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചാൽ മതി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കില്ല. ജംബോ കമ്മിറ്റി നടക്കണമെങ്കിൽ പ്രതിനിധികളുടെ എണ്ണം, പാർട്ടി അംഗങ്ങളുടെ എണ്ണം, ഓരോ ഘടകത്തിലുള്ളവരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. 5.5 ലക്ഷത്തോളം കേഡർ അംഗങ്ങൾ, സ്ഥിരം അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അതിന് ആനുപാതികമായിട്ട് മാത്രമേ ഓരോ ഘടകത്തിലും അംഗങ്ങൾ ഉണ്ടാവാൻ കഴിയൂ. അതുകൊണ്ടാണ് 89-ൽ സംസ്ഥാന കമ്മിറ്റി നിർത്തിയത്, 17-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർത്തിയത്. എന്തായാലും ഈ മുറിമുറിപ്പുകൾ ചിലർക്ക് പ്രതീക്ഷയായിരുന്നു. തമ്മിലടിച്ച് യാദവകുലം പോലെ നശിച്ചു പോകുമെന്ന് കരുതിയവരെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവള്ളിയും കിട്ടിയില്ലെന്ന് മാത്രമല്ല സമാധാനപരമായ അവസാനം. അല്ല ഡോക്ടർ അരുൺ, ഇതൊരു വലിയ മുറിമുറിപ്പായി ഞാൻ കാണുന്നില്ല. കാരണം VS പക്ഷവും CITU പക്ഷം മുമ്പ് ഇതേ കൊല്ലത്തുണ്ടായ ആ തർക്കം വെച്ച് നോക്കുമ്പോൾ ഇത് മുറിമുറിപ്പല്ല, കുറവാണ് എന്നുള്ളതാണ്. തമ്മിൽ തല്ല് കാത്തിരുന്നവരെ നിരാശപ്പെടുത്തും എന്ന് മാത്രമേ നമുക്ക് പറയാം. കാത്തിരുന്നു അല്ല, കാത്തിരുന്നവരുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. കാര്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം. 4 പേരും നോ, യെസ് എന്ന് 1. നോക്കാം ഈ മണി. Meet the editors.